അസ്സലാമു അലൈക്കും. അഫ്സൽ ബാബുവാണ് ജിദ്ദയിലെ പലതരത്തിലുള്ള നൂൺ ട്രാവൽസ് എന്ന്. ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് ജിദ്ദയിലേക്ക് പോകുന്നത് ഫ്ലൈനാസിനാണ്. കാലിക്കറ്റ് റിയാദ് ജിദ്ദയാണ് ഫ്ലൈനാസിൻ്റെ റൂട്ട്. അതിൻ്റെ ഏകദേശം ഒരു വിവരണം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ കഴിയുന്നത്. പല ആളുകളും ഈ ഒരു ഫ്ലൈനാസിന് റിയാദ് വഴി പോരുന്ന ആളുകളാണ്. ചിലപ്പോൾ ഉപകാരപ്രദമായേക്കാം ഇൻഷാ അല്ലാഹ്. രാവിലെ 7:30 കാലിക്കറ്റിൽ നിന്ന് റിയാദിലേക്കുള്ള ഫ്ലൈനാസിൻ്റെ ഡീപാർച്ചർ ടൈം. അതുകൊണ്ട് തന്നെ പുലർച്ചെ ഒരു 4:30 എയർപോർട്ടിലെത്താൻ പാകത്തിന് ഒരു 3 മണിക്കാണ് വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത്. പുലർച്ചെ 3 മണിക്ക്. അന്നേരത്തെ യാത്ര പുറപ്പെടുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾസൊക്കെ നല്ല ഉറക്കമായിരിക്കും. അതുകൊണ്ട് അവരുടെ സങ്കടങ്ങളോ കരച്ചിലോ ഒന്നും നമുക്ക് കാണണ്ട. നമുക്ക് നമ്മുടെ സങ്കടങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കിയിട്ട് യാത്ര ചെയ്യാം. പുലർച്ചെയുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും റോട്ടിലില്ല. അത്യാവശ്യം വേഗത്തിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോഴാണ് സ്ഥിരം കാണുന്ന ഈ കാഴ്ച വീണ്ടും കൺമുന്നിൽ കാണുന്നത്. വലിയ വാഹനങ്ങളൊക്കെ അവരുടെ നമ്പർ പ്ലേറ്റ് മറച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. ഇവരൊക്കെ വല്ല വാഹനത്തെയോ ആളെയൊക്കെ തട്ടി കടന്നു കളഞ്ഞു കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ പോലും പറ്റില്ല. ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ കാണുമ്പോഴാണ് നമുക്ക് നമ്മുടെ എംബീഡിനൊക്കെ എടുത്ത് തോട്ടിലെറിയാൻ തോന്നുന്നത്. നമുക്കതിലും തൽക്കാലം ഇവരൊന്നും അധികം ശ്രദ്ധിക്കാനുള്ള സമയമല്ല. നമ്മൾ യാത്രയിലാണ്, ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ലാത്ത വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ അങ്ങനെ കൊണ്ടോട്ട് കഴിഞ്ഞ് നമ്മൾ എയർപോർട്ട് റോഡിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അങ്ങനെ എയർപോർട്ട് റോഡിലൂടെ പോയി നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിൽ എന്നും വിവാദമായിട്ടുള്ള പാർക്കിങ്ങിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ ഗേറ്റിൽ ഇപ്പോൾ കാണിക്കുന്ന ടൈമൊക്കെ കറക്റ്റാണ്, പ്രശ്നമൊന്നുമില്ല. തിരിച്ചു വരുമ്പോഴേക്കും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുമോ അവരെന്നുള്ളത് അറിഞ്ഞുകൂടാ. ഏതായാലും നമ്മളങ്ങനെ എയർപോർട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. എയർപോർട്ടിൻ്റെ ഉള്ളിലെത്തി അവിടെ ചെക്ക് ഇൻ കൗണ്ടറിൽ നിന്ന് വലിയ തിരക്കൊന്നുമില്ല, കുറച്ച് ആളുകളേ ഉള്ളൂ. ഞാൻ പുറകിലാണ്, ഫ്ലൈറ്റിൻ്റെ പുറകിലായിട്ടാണ് എനിക്ക് ഫ്രീ അസൈൻമെൻറ്റ് സീറ്റ് കിട്ടിയിരുന്നത്. പക്ഷേ കൗണ്ടർ നല്ലൊരു പയ്യനായിരുന്നു. അവനോട് ഞാൻ മുന്നിൽ എൻ്റെ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞ് കുറച്ച് മുന്നിലായിട്ട് എനിക്ക് ലെഗ് സ്പേസൊക്കെ ഉള്ള സീറ്റുകൾ അവന് അറേഞ്ച് ചെയ്തെന്ന് മാത്രമല്ല വിൻഡോ സീറ്റും എടുത്തു 2 ഫ്ലൈറ്റിലും. ഒക്കെ നമ്മൾ ചോദിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ചെക്കിനൊക്കെ വളരെ എളുപ്പത്തിൽ കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് എല്ലാം കറക്റ്റ് ആയിരുന്നതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ഇമിഗ്രേഷൻ്റെ ഭാഗത്തൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് യാത്ര ചെയ്യുന്ന ആളുകളൊന്നും വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടെല്ലാം കഴിയും. ഫജർ നിസ്കാരമൊക്കെ എയർപോർട്ടിൽ വെച്ച് നിസ്കരിച്ച് കുറച്ച് നേരം ലോഞ്ചിലിരുന്നപ്പോഴേക്ക് ഫ്ലൈറ്റിലേക്ക് ബോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഫ്ലൈറ്റ് ബോർഡിങ് തുടങ്ങി. നമ്മൾ ഫ്ലൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ പൈലറ്റൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് എപ്പോഴും തിരക്കായിരിക്കും. ആളുകൾ കയറി ഉടനെ തന്നെ സീറ്റ് തിരയാനും അതുപോലെ ക്യാബിൻ ബാഗേജ് വെക്കാനൊക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ ഒരു തപ്പപ്പെടുത്താണ് പൊതുവെ എപ്പോഴും ആളുകൾക്ക്. അങ്ങനെ നമ്മുടെ സീറ്റിൽ പോയി ഇരുന്നു. ഇതാണ് ഫ്ലൈനാസിൻ്റെ ഫ്ലൈറ്റ്. കുഴപ്പമില്ലാത്ത സ്പേസിങ്, അത്യാവശ്യം ലെഗ് സ്പേസൊക്കെ ഉള്ളിടത്താണ് നമുക്ക് സീറ്റ് കിട്ടിയിട്ടുള്ളത്. ഫ്ലൈറ്റും അത്യാവശ്യം ലോഡുണ്ട്. അങ്ങനെ നമ്മൾ റിയാദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ കൂട്ടിക്കൊണ്ട് പോകാനുള്ള ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഫ്ലൈറ്റിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളും ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണക്റ്റിംഗ് ഫ്ലൈറ്റ്സ് എന്നുള്ള ഒരു ബോർഡ് കാണും, ആ വഴിയാണ് നമ്മൾ പോവേണ്ടത്. അങ്ങനെ ഇത് കണ്ടോ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും എങ്ങോട്ടാണ്, ഓരോ ഭാഗത്തും അത് ഇൻഡെക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എങ്ങോട്ടാണ് നമ്മൾ തിരിയേണ്ടതെന്നെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ അതിമനോഹരമായിട്ടൊരു ഹാളുണ്ട് ഇവിടെ. അതൊക്കെ കണ്ട് നമ്മൾ ഇമിഗ്രേഷനും കഴിഞ്ഞ് ലഗേജൊക്കെ എവിടെയാണ് വരിക. പക്ഷെ നമ്മൾ റിയാദ് വഴി ജിദ്ദയിലേക്ക് പോകുന്ന ആളുകൾ, അതായത് കണക്റ്റിംഗ് ഫ്ലൈറ്റുകളിലെ ആളുകൾ ഇപ്പം റിയാദിൽ നിന്ന് ലഗേജ് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അവിടുന്ന് ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് ഹാൻഡ് ക്യാരി മാത്രം എടുത്തുകൊണ്ട് എയർപോർട്ടിന് ടെർമിനലിൽ പുറത്തിറങ്ങണം.
ഇവിടെ നമ്മൾ ബസ്സിന് വേണ്ടി കാത്തു നിൽക്കണം. ഇവിടെയാണ് ബസ്സുകളൊക്കെ വരിക. ടെർമിനൽ നമ്പർ 1 ആണിത്. ഈ ടെർമിനൽ 1-ൽ നിന്ന് ഇനി ടെർമിനൽ നമ്പർ 5-ലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഓരോ ടെർമിനലും ഇടയിലൂടെ ബസ്സുകൾ ഷട്ടിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. നമ്മൾ ഒന്നാമത്തെ ടെർമിനലിന് മുന്നിൽ നിന്ന് ബസ് ക്യാച്ച് ചെയ്ത് ബസ്സിൽ കയറിയിട്ട് നമ്മൾ പോവുക. ഒരു ടെൻഷനും വേണ്ട കേട്ടോ. പക്ഷേ കുറച്ചൊക്കെ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ എന്നുള്ളതൊക്കെ മാറ്റിയിട്ടൊരു 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ കണക്റ്റിംഗ് ഉള്ള ഫ്ലൈറ്റുകൾ കണക്റ്റിംഗ് ഫ്ലൈറ്റുകൾ എടുക്കുന്നതാണ് നല്ലത്. കാരണം ഇൻ കേസ് ഇത്തിരി നമ്മൾ ഒരു ബസ് മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ടെൻഷൻ അടിച്ചാൽ പിന്നീട് എല്ലാം ആകെ ഡിസോർഡറായി മാറാം. അങ്ങനെ നമ്മൾ 1-ാമത്തെ ടെർമിനലിൽ നിന്ന് 5-ാമത്തെ ടെർമിനലിലേക്കാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം റൺ ചെയ്യാൻ കേട്ടോ. ഇനി ബസ്സിൽ തന്നെ പോകണമെന്നില്ല. നമ്മൾ ആരെങ്കിലുമൊക്കെ റിയാദിലേക്കുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, റിയാദിൽ നമ്മളെ ആളുകളുണ്ടെങ്കിൽ അവർ വന്നിട്ട് നമ്മളെ കൊണ്ടുപോവുകയെ, അല്ലെങ്കിൽ കുറച്ചധികം സമയം അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് പോയിട്ട് റിയാദ് സിറ്റിയിലൊക്കെ കറങ്ങിയിട്ട് സിറ്റിയൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു വരികയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം ഇപ്പോൾ നമ്മൾ ഏതായാലും 1-ാമത്തെ ടെർമിനലിൽ നിന്ന് 5-ാമത്തെ ടെർമിനൽ, അവിടെ നിന്നാണ് റിയാദിൽ നിന്ന് ജിദ്ദയിലേക്കുള്ള ഫ്ലൈറ്റ് 5-ാമത്തെ ടെർമിനലിൽ നിന്നാണ് പുറപ്പെടുന്നത്. നമ്മൾ 5-ാമത്തെ ടെർമിനലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ബസ്സിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതെല്ലാം ഇനി അവിടെ കാറിൽ വരുന്ന ആളുകൾക്കൊക്കെ എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ ടെർമിനലിൻ്റെയും നമ്പറും എല്ലാം അവിടെ ബോർഡുകളിൽ സൈൻ ബോർഡുണ്ട്. എല്ലായിടത്തും ഒരു ബുദ്ധിമുട്ടില്ലാതെ കണ്ടെത്താൻ പാകത്തിന് എല്ലായിടത്തും എഴുതി വച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടെർമിനൽ നമ്പർ 5-ൽ എത്തിയിട്ടുണ്ട്. ബസ് ബേയിൽ നിർത്തിയതിന് ശേഷം പാസഞ്ചേഴ്സ് എല്ലാം അതിൽ ഇറങ്ങി ടെർമിനലിനുള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് 2 ബോർഡിംഗ് പാസും കാലിക്കറ്റ് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ റിയാദിലെത്തതിന് ശേഷം നമ്മൾ ഫ്ലൈറ്റ് നമ്പർ നോക്കുക. നമ്മുടെ കണക്റ്റിംഗ് ഫ്ലൈറ്റിൻ്റെ നമ്പർ നോക്കിയിട്ട് സ്ക്രീനിൽ നോക്കുക എവിടെയാണ് ഗേറ്റ് എന്നുള്ളത് നോക്കിയിട്ട് ആ ഗേറ്റിലേക്ക് നമ്മൾ പോകണം. ഈ ഗേറ്റ് ഓപ്പൺ ആകാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്യണം. എൻ്റെ മുന്നിൽ ആടെ ബോർഡിംഗ് പാസ് റീഡ് ചെയ്യാത്തത് കാരണം അയാൾ എനിക്കൊരു അവസരം തരികയും ഞാൻ ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്ത് ഗേറ്റ് ഓപ്പൺ ആയപ്പോൾ അയാളും കൂടെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുകളിലാണ് ഡീപാർച്ചർ ഗേറ്റ്സ് ഉള്ളത്. A8, B19, C10 എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഡീപാർച്ചർ ഗേറ്റ്സ് മുകളിലാണ്. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഫ്ലൈറ്റ് നമ്പർ നോക്കിയിട്ട് അവിടെ ഒരുപാട് സ്ക്രീനുകളുണ്ട്. കുറേ സ്ക്രീനുകളിൽ ഈ ഫ്ലൈറ്റുകളുടെ ഗേറ്റുകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. നമ്മളത് ശ്രദ്ധിച്ച് നോക്കി ഉറപ്പുവരുത്തിയതിന് ശേഷം, ചില ആളുകൾ ജിദ്ദയിലേക്ക് തന്നെ പല ഫ്ലൈറ്റുകളുണ്ടാകും. ചിലപ്പം നമുക്ക് 3 മണിക്കൂർ വെയിറ്റിംഗ് ഉള്ളത്, ചിലപ്പോൾ 4 മണിക്കൂർ വെയിറ്റിംഗ് ഉള്ളത്, 6 മണിക്കൂർ വെയിറ്റിംഗ് ഉള്ളത്, അതൊക്കെ പല ഗേറ്റുകളായിരിക്കും. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് നമ്പർ നോക്കിയിട്ട് ജിദ്ദ എന്നുള്ള സെക്ടർ അല്ല നമ്മൾ നോക്കേണ്ടത്, നമ്മുടെ ഫ്ലൈറ്റ് നമ്പറാണ്. ജിദ്ദയിലേക്ക് തന്നെ പല ഫ്ലൈറ്റുകളുള്ളത് കൊണ്ട് നമ്മൾ ഫ്ലൈറ്റ് നമ്പർ തന്നെ നിർബന്ധമായിട്ടും XY19, XY20, 29 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫ്ലൈറ്റ് നമ്പർ നോക്കിയിട്ട് ആ ഫ്ലൈറ്റ് നമ്പറിൻ്റെ ഗേറ്റ് ഏതാണോ എന്ന് നമ്മൾ സ്ക്രീനിൽ നോക്കി ഉറപ്പുവരുത്തിന് ശേഷം അവിടെ പോയിട്ട് നമ്മളിരിക്കണം. മാത്രമല്ല, അവിടെ പോയി ഇരുന്ന് നമ്മൾ ഉറങ്ങുക അല്ലെങ്കിൽ ശ്രദ്ധ മാറിപ്പോയി ചെയ്തത് ഇടയ്ക്കൊക്കെ ഒന്ന് സ്ക്രീനിൽ ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഗേറ്റ് നമ്പർ മാറാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ റിയാദിൽ നിന്ന് ജിദ്ദയിലേക്കുള്ള ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഫ്ലൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലൈനാസിൻ്റെ ഈ കണക്ഷൻ ഫ്ലൈറ്റിന് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഏതാനും ചില ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ. 1, 2 ബോർഡിംഗ് പാസ് നമുക്ക് കാലിക്കറ്റിലാണ് ലഭിക്കുക. 2, നമ്മുടെ ഇമിഗ്രേഷൻ റിയാദിലായിരിക്കും. 3, നമ്മുടെ ലഗേജ് റിയാദിൽ നമ്മൾ കളക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. 4, നമ്മൾ ടെർമിനൽ ചേഞ്ച് ചെയ്യണം. ടെർമിനൽ 1-ലാണ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത്. ടെർമിനൽ 5-ൽ നിന്നാണ് നമുക്കുള്ള കണക്ഷൻ ഫ്ലൈറ്റ് ലഭിക്കുക. ഈ ടെർമിനലുകൾക്ക് ഇടയ്ക്ക് ബസ് സർവീസ് ഉണ്ടായിരിക്കും, ഷട്ടിൽ സർവീസ് ഉണ്ടായിരിക്കുന്നതാണ്. അത് ഫ്രീ ആണ്. അങ്ങനെ നമ്മൾ റിയാദിൽ നിന്ന് ജിദ്ദയിൽ ഒരു ഡൊമസ്റ്റിക് പാസഞ്ചറായിട്ടാണ് വന്നിറങ്ങുന്നത്. അതായത് ഇനി ജിദ്ദയിൽ എമിഗ്രേഷനോ കസ്റ്റംസ് ക്ലിയറൻസോ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല. അതെല്ലാം നമ്മൾ റിയാദിൽ തീർത്തിട്ടുണ്ട്. ഇനി നേരെ കൺവെയറിൻ്റെ അടുത്ത് പോവുക, നമ്മുടെ ലഗേജ് എടുക്കുക, പുറത്തിറങ്ങുക. ഓക്കെ, എല്ലാവർക്കും സുഖകരമായ സമാധാനപരമായിട്ടുള്ള യാത്രകൾ ആശംസിക്കുകയാണ്. ടിക്കറ്റുകൾ എടുക്കുന്നതിന് മുമ്പ് റേറ്റ് ഒന്ന് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്കൊന്ന് വിളിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. 05512399037 അതാണ് എൻ്റെ നമ്പർ. അസ്സലാമു അലൈക്കും.